നമ്മളൊക്കെ കമ്പ്യൂട്ടർ ദിവസവും യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അല്ലേ? ശരിക്കും നമ്മൾ എന്തിനാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യണത്? മാക്സിമം വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്, ഔട്ട്ലുക്ക്, ഗൂഗിൾ, യൂട്യൂബ്. ഇനി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുക ആൾ? ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ആ കമ്പനി യൂസ് ചെയ്യുന്ന CRM ഉണ്ടാവാം, അതല്ലെങ്കിൽ ERP ഉണ്ടാവാം, അതല്ലെങ്കിൽ അവരുടെ മറ്റുള്ള എന്തെങ്കിലും അവരുടെ സ്പെഷ്യൽ സോഫ്റ്റ്വെയർസ് ഉണ്ടാവാം. ഈ സോഫ്റ്റ്വെയർസുകളെല്ലാം വർക്ക് ചെയ്യാൻ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊരു പുതിയ ഓഫീസിലേക്ക് കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ അവിടെ മുമ്പ് 4-5 വർഷമായിട്ട് ആൾക്കാർ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന അതേ കമ്പ്യൂട്ടറിൻ്റെ സ്പെസിഫിക്കേഷനാണ് സത്യത്തിൽ ഞങ്ങളെപ്പോലുള്ള കമ്പനികൾ നിങ്ങൾക്ക് തരുന്നത്. അതിന് പകരം നിങ്ങൾ ഒരു മാർക്കറ്റിലേക്ക് പോയിട്ട് ഇപ്പോൾ ഷറാഫ് DG പോവുകയാണെങ്കിലോ, ഞാനൊന്നിനും പേരെടുത്ത് പറയാനല്ല, നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പവർ റീറ്റെയിലേഴ്സ് നിങ്ങൾ പോകുകയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന സിസ്റ്റംസ് അതിൻ്റെ ലേറ്റസ്റ്റ് ജനറേഷൻ ആയിരിക്കും. ഈ ലേറ്റസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടുണ്ടാവും. എന്നാലോ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രോഗ്രാംസ് റൺ ചെയ്യാൻ കേവലം ഒരു സെലറോൺ പ്രോസസ്സർ സിസ്റ്റത്തിന് കഴിയുമെങ്കിൽ നമ്മുടെ വേർഡും എക്സലും പവർ പോയിൻറ്റും ഔട്ട്ലുക്കും വർക്ക് ചെയ്യിക്കാൻ, അതല്ലെങ്കിൽ ഗൂഗിളിൽ പോകാൻ, യൂട്യൂബിൽ പോയിട്ട് സിനിമ കാണാൻ നമുക്ക് എന്ത് മതി? ഒരു 6th, 7th, 8th, 10th ജനറേഷനിൽ ഒരു കമ്പ്യൂട്ടർ മതി എന്നുള്ള തിരിച്ചറിവാണ് യൂസ്ഡ് കമ്പ്യൂട്ടേഴ്സിനെ തിരിച്ച് കൊണ്ടുവന്നിട്ട് അതിന് വീണ്ടും അതിന് വേണ്ട എല്ലാവിധ ട്രീറ്റ്മെൻറ്റ്സ്, നമ്മൾ ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് അത് കൊടുത്തിട്ട് അതിനെ വീണ്ടും പ്രവർത്തനയോഗ്യമാക്കണ, വീണ്ടും അടുത്ത 5 വർഷം കൂടെ ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ അതിനെ പര്യാപ്തപ്പെടുത്തിയിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനവും ഒരു ലക്ഷ്യവുമാണ് ഒരു ഡിജിറ്റൽ ഇൻക്ലൂസിവിറ്റിയിൽ സലോമിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചപ്പോൾ നമ്മളെ മനസ്സിലേക്ക് വന്ന ഉത്തരം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യൂസ്ഡ് കമ്പ്യൂട്ടേഴ്സിനെ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റിയിൽ അതിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ റീഫർബിഷ് ചെയ്ത് അതിൻ്റെ എസ്തെറ്റിക്സിൻ്റെ ഭാഗവും ടെക്നോളജിക്കലി മാത്രമല്ല അത് നോക്കിയിട്ട് അതൊരാൾ കയ്യിലേക്ക് എത്തുമ്പോൾ ഒരു ഹാപ്പി ഫേസ് അത് സ്വീകരിക്കാനും അതവൻ്റെ ലൈഫിലും വർക്കിലും ഉപയോഗപ്പെടുത്താനും പറ്റുന്ന രീതിയിൽ സലോമി അതിനെ റീഡിഫൈൻ ചെയ്ത് റീസ്കിൽ ചെയ്ത് നിങ്ങൾ കൊണ്ടുവന്നിരുന്നത്.